السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما، وأصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ അങ്ങനെ ദീൻ കേൾക്കാനും പഠിക്കാനും വേണ്ടി ഒരുമിച്ചിരിക്കുക എന്നുള്ളത് അനേകം ഫضലുള്ള കാര്യമാണ്. നമ്മൾ പല ദർസുകളിലായി അത് സൂചിപ്പിച്ചതുമാണ്. എങ്കിലും അത് ഇടയ്ക്കിടെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇത്തരം സദസ്സുകളിലേക്ക് നമുക്ക് ആവേശമുണ്ടാകാൻ നമ്മളെ സഹായിക്കും. അള്ളാഹു പറഞ്ഞതുപോലെ വദക്കിർ ഫഇന്ന الذിക്റ തൻഫഉൽ മുഅ്മിനീൻ. നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹദീസാണ്. വമജ്തമഅ ഖൗമുൻ في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ കുറച്ച് ആളുകൾ കൂടിയിരുന്ന് ദീൻ പഠിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം അവർക്ക് ഇറങ്ങാതിരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരെ വലയം ചെയ്യാതിരിക്കുകയില്ല. മലായിക്കത്തുകൾ അവരെ പൊതിയാതിരിക്കുകയില്ല. അള്ളാഹു അവൻ്റെ മലക്കുകൾക്കിടയിൽ അവരെ സ്മരിക്കാതിരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ പുകഴ്ത്തൽ മലക്കുകൾക്കിടയിൽ നമുക്ക് ലഭിക്കപ്പെടും. അതുപോലെ തന്നെ മലായിക്കത്തുകൾ നമ്മളെ പൊതിയും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മെ വലയം ചെയ്യും. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം നമുക്ക് ലഭിക്കും. അപ്പോൾ വളരെയധികം ശ്രദ്ധതയുള്ള ഒരു കാര്യമാണ് ദീൻ കേൾക്കാൻ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒത്തൊരുമിച്ചിരിക്കുക എന്നുള്ളത്. ഇത്തരം സദസ്സുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദുനിയാവിലെ സ്വർഗത്തിന്റെ പൂന്തോപ്പുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദുനിയാവിലെ സ്വർഗത്തിന്റെ പൂന്തോപ്പുകൾക്കരികിലൂടെ പോയാൽ നിങ്ങൾ പരമാവധി അതിൽ ചെലവഴിക്കുക. സഹാബികൾ ചോദിച്ചു, എന്താണ് ദുനിയാവിലെ സ്വർഗത്തിലെ പൂന്തോപ്പുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലുള്ള ദീനിന്റെ സദസ്സുകളാണ്. ആകാശബന്ധിതമായ സദസ്സാണിത്. അള്ളാഹുവിന്റെ വഹിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അത് ആകാശത്ത് നിന്നിറങ്ങിയതാണ്. മാത്രമല്ല, ആകാശലോകത്തുള്ള മലായിക്കത്തുകൾ അവരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കപ്പെടാവുന്ന സദസ്സാണ്. അപ്പോൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കി ഇതിൽ നമ്മൾ പങ്കെടുക്കുക. നമ്മുടെ നിയ്യത്ത് നമ്മൾ ശുദ്ധീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദീനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ പഠിക്കാതെ ഇടപെടുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ്. ദീൻ സംസാരിക്കേണ്ടത്, അതിലെ വിധികളിൽ ഫത്വ പറയേണ്ടത്, അതിലെ കാര്യങ്ങളിൽ ഇടപെടേണ്ടത് അറിവുള്ള ആളുകൾ മാത്രമാണ്. അറിവില്ലാതെ
ദീനിൽ എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളത് ഗുരുതരമായ തിന്മയാണ്. അള്ളാഹു വിലക്കിയ ഹറാമുകളിൽ വൻപാപങ്ങളിൽ ഏറ്റവും ഗൗരവകരമായ കാര്യമാണ് ദീനിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത്. സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. നബിയെ പറയുക, എന്റെ റബ്ബ് ഹറാമാക്കിയ കാര്യങ്ങൾ അത് പ്രത്യക്ഷവും പരോക്ഷവുമായ മ്ലേച്ഛവൃത്തികളാണ്. വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അതുപോലെ തന്നെ തിന്മകളും അന്യായമായ പിടിച്ചുപറിയും ഇതൊക്കെ അല്ലാഹു ഹറാമാക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അല്ലാഹു യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്ന കാര്യവും അല്ലാഹു ഹറാമാക്കിയ കാര്യമാണ്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിവില്ലാത്തത് പറയുക എന്നുള്ളതും അല്ലാഹു ഹറാമാക്കിയ കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിനെ എടുത്തു കൊടുത്തുകൊണ്ട് പറയാണ്, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ എണ്ണി പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്വീകരിച്ച ശൈലി എന്നുള്ളത് ഏറ്റവും ഗൗരവം കുറഞ്ഞ ഹറാമുകൾ ആദ്യം പറഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ ഗൗരവമുള്ളത്, പിന്നെ ഏറ്റവും കൂടുതൽ ഗൗരവമുള്ളത്, ആ ഒരു ക്രമമാണ് അള്ളാഹു ഈ ആയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നോക്കൂ, അള്ളാഹു ആദ്യം ഹറാമാണ് എന്ന് പറഞ്ഞ അള്ളാഹു ആദ്യം ഹറാമാക്കിയ കാര്യങ്ങളിൽ ഒന്നാമതായി ഈ ആയത്തിൽ പരാമർശിച്ചത് എന്താണ്? അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ മ്ലേച്ഛവൃത്തികൾ, ഓരോ ആളുകളും സ്വന്തത്തോട് ചെയ്യുന്ന തിന്മകൾ. രണ്ടാമത് പറഞ്ഞത് ഏതാണ്? വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, മറ്റുള്ള ആളുകളോട്, പുറമെയുള്ള ആളുകളോട് അന്യായമായി ചെയ്യുന്ന നീതികേടുകൾ, അക്രമങ്ങൾ. അപ്പൊ അത് ഒരാൾ സ്വയം ചെയ്യുന്ന തിന്മകളേക്കാൾ ഗുരുതരായ തിന്മയാണ്. മൂന്നാമതായി അള്ളാഹു പറഞ്ഞതോ, ജനങ്ങളോട് കാണിക്കുന്ന അക്രമത്തേക്കാൾ കൂടുതൽ ഗൗരവമുള്ളത് അൻ തുശ്രികൂ ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഗൗരവമായ തിന്മയാണ്. അതിനുശേഷം അള്ളാഹു പറയുന്നു വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം അള്ളാഹുവിന്റെ പേരിൽ പറയുക എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ തിന്മയായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അള്ളാഹുവിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാത്തത് പറയാന്ന് പറഞ്ഞാൽ ദീനിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു പറയാണ് സൂറത്തുൻ നഹ്ലിൽ, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം, നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നത് പോലെ ഇന്നത് ഹറാമാണ് ഇന്നത് ഹലാലാണ് എന്ന് നിങ്ങൾ തോന്നിയത് വിളിച്ചു പറയരുത്. അങ്ങനെ നിങ്ങൾ തോന്നിയത് ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് നിങ്ങൾക്ക് അറിവില്ലാതെ പറഞ്ഞാൽ ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, അത് അല്ലാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കലാണ്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി ചമക്കുന്ന ആളുകൾ അവരൊരിക്കലും വിജയിക്കുകയില്ല. അറിവില്ലാത്ത ദീനിൽ സംസാരിക്കുക എന്നുള്ളത് അള്ളാഹു അവന്റെ പേരിൽ കളവ് കെട്ടി ചമക്കുന്നതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഒരാൾ അവന്റെ സംസാരത്തിൽ അള്ളാഹുവിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ കളവ് കെട്ടി ചമക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവൂല. പക്ഷെ അവൻ അറിവില്ലാതെ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി ചമക്കലാണ് അവിടെ സംഭവിക്കുന്നത്. അള്ളാഹു പറഞ്ഞു വമൻ അസ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ, അങ്ങനെ ദീനിന്റെ കാര്യത്തിൽ അറിവില്ലാതെ സംസാരിച്ച് അള്ളാഹുവിന്റെ പേരിൽ
കളവ് കെട്ടിച്ചമക്കുന്നതിനേക്കാൾ അക്രമിയായി മറ്റാരുണ്ട്? ഏറ്റവും വലിയ അക്രമിയായിട്ടാണ് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഉലൈക യുഅറദൂന അലാ റബ്ബിഹിം, പരലോകത്ത് അവർ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും, അവർ അള്ളാഹുവിന്റെ മുന്നിൽ നിർത്തപ്പെടും. എന്നിട്ട് വയഖൂലുൽ അശ്ഹാദു ഹൗലാഇ അല്ലദീന കദബു അലാ റബ്ബിഹിം, അവർക്കെതിരായിട്ടുള്ള സാക്ഷികളായ ആളുകൾ അവർ പറയും, ഇതാ ഇവരാണ് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച ആളുകൾ. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, സൂക്ഷ്മതയില്ലാതെ ദീനിന്റെ കാര്യത്തിൽ സംസാരിച്ച് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച ഇത്തരം അക്രമകാരികൾക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ, ശാപമുണ്ടാകട്ടെ എന്ന് അവരോട് പറയപ്പെടുമെന്നാണ്. ഇതിന്റെ ഗൗരവം അറിയിക്കുന്ന ആയത്തുകളാണിത്. നമ്മൾ അറിവില്ലാതെ ഒരു കാര്യം പറഞ്ഞാൽ നാളെ പരലോകത്ത് നമ്മൾ അതിന്റെ പേരിൽ പിടിക്കപ്പെടും, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നമ്മൾ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒരു ആയത്താണ്. നീ അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കേൾവിയും കാഴ്ചയും നിന്റെ ബുദ്ധിയൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ഒരു കാലഘട്ടമുണ്ട്. അറിവില്ലാത്ത ആളുകൾ ധാരാളം സംസാരിക്കുന്ന ഒരു കാലം വരും. പണ്ഡിതന്മാർ അവഗണിക്കപ്പെടുന്ന കാലം വരും. പണ്ഡിതന്മാർക്ക് പകരം അവരുടെ സ്ഥാനത്തിൽ അവരുടെ പദവി അലങ്കരിക്കുന്ന വിഡ്ഢികളായ ആളുകൾ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൻ നാസ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, അള്ളാഹു അവന്റെ ജനങ്ങളിൽ നിന്ന് അവന്റെ പടപ്പുകളിൽ നിന്ന് ഇൽമ ഒറ്റടിക്ക് അറിവ് ഒറ്റടിക്ക് ഉയർത്തുകയില്ല. മറിച്ച് എങ്ങനെ അറിവ് ഉയർത്തുക? പണ്ഡിതന്മാരെ മരിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇൽമിനെ ഉയർത്തും. എത്രത്തോളം എന്നാൽ ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, ഒരു ആലിമും അവശേഷിക്കാത്ത ഒരു കാലം വരും. അങ്ങനെ വന്നാൽ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ എന്ത് ചെയ്യും? ദീനിന്റെ കാര്യത്തിൽ ഒരു അറിവുമില്ലാത്ത വിഡ്ഢികളായ ആളുകളെ നേതാക്കന്മാരായി സ്വീകരിക്കും. എന്നിട്ട് ഫസുഇലു ഫഅഫ്തൗ, ആ അറിവില്ലാത്ത വിഡ്ഢികളായ ആളുകൾ അവർ ഫത്വ ചോദിക്കപ്പെടും. അവരുടെ ആളുകൾ ഫത്വ ചോദിച്ചു പോകും, അപ്പൊ അവർ ഫത്വ കൊടുക്കും. എന്നിട്ട് ഫദല്ലു വഅദല്ലു, അവർ സ്വയം വഴിപിഴക്കുകയും മറ്റുള്ള ആളുകളെ വഴിപിഴപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇന്ന് ഈ ഹദീസ് ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഹദീസാണ്. ഇന്ന് ജനങ്ങൾ അവർ നേതാക്കന്മാരായി സ്വീകരിച്ചിട്ടുള്ളത് ദീനിന്റെ വിഷയത്തിൽ ഒരറിവുമില്ലാത്ത ആളുകളെയാണ്. അവരാകട്ടെ ദീനിന്റെ വിഷയത്തിൽ വിജ്ഞാനമുള്ള ആളുകളായി ചമയുകയും ജനങ്ങളെ പിഴവിലേക്ക് കൊണ്ടുപോവുകയും തെറ്റായ രീതിയിൽ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ ഹദീസിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സയഅതി അലന്നാസി സനവാതുൻ ഖദ്ദാഅത്ത്, ജനങ്ങൾക്ക് വഞ്ചന നിറഞ്ഞ ഒരു കാലഘട്ടം വരാനുണ്ട്. അന്ന് യുസദ്ദഖു ഫീഹൽ കാദിബ്, അന്ന് കള്ളൻ അവൻ ആളുകളെ സത്യവാനെന്ന് പുകഴ്ത്തും. അവൻ കള്ളനായിരിക്കും, പക്ഷെ അങ്ങനെയുള്ള ആളുകൾ എന്തു പറയും? സത്യസന്ധനാണ് എന്ന് പറയും. വയുകദ്ദബു ഫീഹ സ്സാദിഖ്, സത്യസന്ധരായ ആളുകൾ കള്ളന്മാരെന്ന് വിളിക്കും. വയുതമനു ഫീഹൽ ഖായിൻ, വഞ്ചിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന ആളുകൾ അവരെ ആളുകൾ വിശ്വസ്തരായി കണക്കാക്കും. വയുഖവ്വനു ഫീഹൽ അമീൻ, വിശ്വസ്തരായ ആളുകൾ ജനങ്ങൾ വഞ്ചകന്മാർ എന്ന് വിളിക്കും.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വയൻതിഖു ഫീഹി റുവൈബിദ. ആ കാലഘട്ടത്തിൽ റുവൈബിദമാർ സംസാരിച്ചു കൊണ്ടിരിക്കും. അവർ നാവിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും. റുവൈബിദമാർ. അപ്പോൾ സഹാബികൾ ചോദിച്ചു, വമർ റുവൈബിദ, അല്ലാഹുവിന്റെ റസൂലേ റുവൈബിദമാരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുലു താഫിഹു യതകല്ലമു ഫീ അംരിൽ ആമ്മ. ഒരു വിവരവുമില്ലാത്ത, ഒന്നും അറിയാത്ത ഒരുവൻ അവനെന്ത് ചെയ്യും? വലിയ വലിയ കാര്യങ്ങളിൽ, മുസ്ലിം ഉമ്മത്തിനെ ഒന്നടങ്കം ബാധിക്കുന്ന കാര്യങ്ങളിൽ അവൻ അറിവില്ലാതെ, ഒന്നും അറിയാത്ത ആളുകൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് റുവൈബിദമാർ. ആ റുവൈബിദമാർ അവരുടെ കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അറിവില്ലാത്ത ജനങ്ങൾ, ദീൻ പഠിക്കാത്ത ആളുകൾ ദീൻ സംസാരിച്ചു കൊണ്ടിരിക്കും. അവരെ പിന്നാലെയും ധാരാളം ആളുകൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ മുമ്പ് തന്നെ താക്കീത് നൽകിയിട്ടുണ്ട്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഇദാ ഉസ്തിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതദിരിസ് സാഅ. കാര്യങ്ങൾ അതിന്റെ ആളുകളല്ലാത്ത ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അന്ത്യദിനം അത് കാത്തിരിക്കുക, അന്ത്യദിനം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. കാര്യങ്ങൾ അതിൻ്റെതല്ലാത്ത ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു ഹജർ അദ്ദേഹം വിശദീകരിച്ചതായി കാണാം, അത് ജഹ്ല് കൂടുമ്പോൾ, അറിവില്ലായ്മ, ദീനിലെ അറിവില്ലായ്മ അത് പരിധി വിടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. കാര്യങ്ങൾ അതിൻ്റെതല്ലാത്ത ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെടും. ദീനിന്റെ വിഷയങ്ങൾ ജനങ്ങൾ അതിൻ്റെതല്ലാത്ത ആളുകളിലേക്ക് ഏൽപ്പിക്കും. എന്നിട്ട് അറിവില്ലാത്ത ആളുകൾ വലിയ പണ്ഡിതന്മാരെ പോലെ നടക്കും. അങ്ങനെയുള്ള ഒരവസ്ഥ വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോ ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ കാര്യത്തിൽ അറിവുള്ള ആളുകൾ സംസാരിക്കട്ടെ, അറിവില്ലാത്ത ആളുകൾ അവർ മിണ്ടാതിരിക്കട്ടെ. ദീനിന്റെ കാര്യത്തിൽ സംസാരിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. വലിയ വലിയ വിഷയങ്ങളിൽ ഫത്വ കൊടുക്കേണ്ടത് ഉലമാക്കളാണ്. എന്നാൽ ആ ഉലമാക്കളുടെ പദവി ഇന്ന് അലങ്കരിക്കുന്നത് യാതൊരു നിലക്കും ദീൻ പഠിക്കാത്ത ആളുകളാണ്. യഥാർത്ഥ പണ്ഡിതന്മാർ, ദീൻ പഠിച്ച ആളുകൾ, അവരെ ജനങ്ങൾ അവഗണിക്കുന്നു. എന്നാൽ ഒരിക്കൽ പോലും ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കാത്ത, ദീന്റെ കാര്യത്തിൽ ഒന്നും അറിയാത്ത ആളുകൾ അവർ വലിയ ദീനിന്റെ കാര്യത്തിൽ നേതാക്കന്മാരായി മാറിക്കൊണ്ടിരിക്കാൻ. പലപ്പോഴും ആളുകൾ ദീന്റെ വിഷയത്തിൽ അവലംബമാക്കുന്നത് ഞങ്ങൾ ദീനൊന്നും പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ദീനൊന്നും പഠിച്ചിട്ടില്ല എന്ന് മേന്മ പറഞ്ഞു നടക്കുന്ന ആളുകളെയാണ്. ദീനിന്റെ വിഷയത്തിൽ വലിയ വലിയ വിഷയങ്ങളിലൊക്കെ ദീനിന്റെ നിലപാട് തപ്പി ജനങ്ങൾ പോകുന്നത് ഞങ്ങൾ ദീനൊന്നും പഠിച്ചിട്ടില്ല എന്ന് മേന്മയായി പറയുന്ന ആളുകളുടെ അടുക്കലേക്കാണ് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഇന്ന് ജനങ്ങൾ അവലംബിക്കുന്ന ആളുകൾ, സുബ്ഹാനല്ലാഹ്, ഇന്നൊരാൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ തുടങ്ങി, ഒരു പേജ് തുടങ്ങി, എന്തെങ്കിലും ഒരു ഖുർആന്റെ പരിഭാഷ എഴുതിയിട്ടാൽ, ഒരു ഖുർആനിന്റെ ആയത്തിന്റെ ഒരു ഖിറാഅത്ത് ഇട്ടാൽ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ദീനിന്റെ ഒരു കാര്യം ഷെയർ ചെയ്താൽ ആ ജനങ്ങളുടെ അരികിൽ ഇവൻ വലിയ പണ്ഡിതനായി. പിന്നെ അവനോട് കമന്റ് ബോക്സിലൂടെയും അതല്ലാതെയും പേഴ്സണലായും മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് ദീന്റെ വിഷയങ്ങൾ, സംശയങ്ങൾ. എന്നിട്ട് അവർ അതിന് ഉത്തരം കൊടുക്കുന്നു. അതുപോലെ തന്നെ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ദീൻ പഠിക്കാത്ത ആളുകൾ ഒരുമിച്ച് കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിൽ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ രീതിയിൽ അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകൾ. അപ്പൊ ദീനിന്റെ വിഷയത്തിൽ ആരാണ് സംസാരിക്കേണ്ടത്, ആരിൽ നിന്നാണ് ദീൻ സ്വീകരിക്കേണ്ടത്, ആരെയാണ് ദീനി വിജ്ഞാനങ്ങളിൽ അവലംബമാക്കേണ്ടത് എന്ന് തീരെ ആളുകൾക്ക് അറിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്
വളരെ ഖേദകരമായ കാര്യമാണ്. എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്ന ആളുകൾ, ദീൻ പഠിക്കാത്ത ആളുകൾ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്നു. എന്ത് പുതിയ വിഷയം വന്നാലും അതിലൊക്കെ നിലപാട് പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പറയാണ്, മുസ്ലിമീങ്ങൾക്ക് ബാധിക്കുന്ന വലിയ ഒരു മുസീബത്താണ്, വലിയൊരു അപകടമാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കഴിവുള്ള ഒരാൾ, അയാൾ ദീൻ പറഞ്ഞാൽ ദീനിന്റെ കാര്യത്തിലും ആൾ അവലംബിക്കപ്പെടുന്ന ഒരാളായി ജനങ്ങൾ അയാളെ മാറ്റുന്നു എന്നുള്ളത് വലിയ മുസീബത്താണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ, വൈദ്യശാസ്ത്രത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ടെക്നോളജിയിലോ മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസത്തിലോ ഒക്കെ കഴിവുള്ള ആളുണ്ടാവും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ എന്ത് പറഞ്ഞാലും അയാളെ സ്വീകരിക്കുന്ന അവസ്ഥ. അയാൾ ദീൻ പറഞ്ഞാൽ ദീനിലും അയാളെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന വലിയ മുസീബത്തിൽപ്പെട്ടതാണ് എന്ന് ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്ക്, ഇന്ന് ആളുകൾക്ക് ദീൻ അത് സ്വീകരിക്കാൻ അവൻ ദീൻ പഠിച്ച ആളാകണമെന്നൊന്നുമില്ല. ഏത് കാര്യത്തിലും നിലപാട് പറയുന്ന ഒരാൾ, അയാൾ ദീൻ പറഞ്ഞാൽ അയാളെ നിലപാട് സ്വീകരിക്കും. ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംഘപരിവാറിനെതിരെ പറഞ്ഞാൽ, അങ്ങനെ കുറച്ച് മുസ്ലിമീങ്ങൾ എന്നൊരു വികാരം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ, മുസ്ലിമീങ്ങൾക്കെതിരായി നിൽക്കുന്ന വർഗീയ ശത്രുക്കൾക്കെതിരെ, വർഗീയവാദികൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ വലിയ ആലിമായി എന്നാണ് ജനങ്ങളുടെ വിചാരം. എന്നിട്ട് ഇവൻ പറയുന്ന എല്ലാ ജഹലും, എല്ലാ കുഫറും, എല്ലാ ബിദ്അത്തും ആളുകൾ താങ്ങി നടക്കും. അപ്പൊ ഇത് വലിയ അപകടമാണ് എന്ന് സഹോദരങ്ങൾ, ഇന്ന് ഈ കാലഘട്ടത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അപകടമായി ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമ് അത് സ്വീകരിക്കപ്പെടേണ്ടത് അതിന്റെ അഹ്ലുകാരിൽ നിന്നാണ്, അത് പഠിച്ച ആളുകളിൽ നിന്നാണ്, പഠിക്കാത്ത ആളുകളിൽ നിന്നല്ല. അത് പഠിച്ച ആളുകളും പഠിക്കാത്ത ആളുകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാരെയും സ്വർഗ്ഗക്കാരെയും വേർതിരിച്ച് പറഞ്ഞതുപോലെയാണ് ഇൽമുള്ള ആളുകളെയും ഇൽമില്ലാത്ത ആളുകളെയും വേർതിരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്ത ആളുകളും സമമാകുമോ എന്ന് അല്ലാഹു ചോദിച്ചത് സമമാകില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗക്കാരും നരകക്കാരും സമമാവുകയില്ല എന്ന് പറഞ്ഞ അതേ ശൈലിയാണ് ഇൽമുള്ള ആളുകളും ഇൽമില്ലാത്ത ആളുകളും സമമാവുകയില്ല എന്ന് പറയാൻ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഇൽമുള്ള ആളുകൾ അവരെ അവഗണിക്കാൻ പാടില്ല. ദീൻ പഠിക്കേണ്ടത് ദീൻ പഠിച്ച പണ്ഡിതന്മാരിൽ നിന്നാണ്. ദീനിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പണ്ഡിതന്മാരിൽ നിന്ന്, പഠിച്ചെടുത്ത വിദ്യാർത്ഥികളിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദീനിന്റെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ സൂക്ഷ്മത പാലിക്കുക. അപ്പൊ ദീൻ പഠിക്കേണ്ടത് പണ്ഡിതന്മാരിൽ നിന്നാണ്. ദീനിന്റെ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടത്, ഫത്വ പറയേണ്ടത് പണ്ഡിതന്മാരാണ് എന്ന് പറയുമ്പോൾ പല ആളുകളും ഈ വാക്കുകളെ തെറ്റിദ്ധരിക്കുന്നതായി കാണാം. അപ്പൊ നിങ്ങൾ പറയുന്നത് പണ്ഡിതന്മാർ മാത്രം ദഅവത്ത് ചെയ്താൽ മതി, ബാക്കിയുള്ളവരൊക്കെ അടങ്ങിയിരിക്കുക, മുണ്ടാണ്ടിരിക്കുക, അവർ ദഅവത്തൊന്നും ചെയ്യേണ്ട, അവർ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കൊന്നും ചെയ്യേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പല ആളുകളും ചോദിക്കും. അങ്ങനെയല്ല. ഓരോ ആളുകളുടെയും കഴിവിനും അറിവിനും അനുസരിച്ച് അവൻ ദഅവത്ത് നടത്തണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, അവന്റെ അറിവിനും കഴിവിനും അനുസരിച്ച്. പക്ഷെ നമ്മൾ പറഞ്ഞത് എന്താ? ഇവിടെ ആക്ഷേപിക്കപ്പെടുന്ന കാര്യം എന്താ? വലിയ വലിയ വിഷയങ്ങളിൽ, ദീനിന്റെ വിഷയങ്ങളിൽ ഫത്വ നൽകുന്നതിൽ അതിൽ സൂക്ഷ്മത പാലിക്കണം. അത് പണ്ഡിതന്മാർക്ക് വകവെച്ചു കൊടുക്കേണ്ട സ്ഥാനമാണ്. വലിയ വലിയ ഒരു ഉമ്മത്തിന് ഒന്നാകം ബാധിക്കുന്ന കാര്യം, ഒരു രാജ്യത്തിന് ഒന്നാകം ബാധിക്കുന്ന കാര്യം, മുസ്ലിം ഉമ്മത്തിനെ മൊത്തമായി ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അറിവില്ലാത്ത ആളുകൾ സംസാരിക്കുവാൻ പാടില്ല. ഇനി ചെറിയ ചെറിയ വിഷയങ്ങളാളിൽ തന്നെ അറിവില്ലാതെ സംസാരിക്കാൻ പാടില്ല. കൃത്യമായി അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ
അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടത്, നന്മ കൽപ്പിക്കേണ്ടത്, തിന്മ വിരോധിക്കേണ്ടത്, ദഅവത്ത് നടത്തേണ്ടത്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടി കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കേണ്ടത്. ദഅവത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നന്മ കൽപ്പിക്കുന്നതിനും തിന്മ വിരോധിക്കുന്നതിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം ദീൻ പഠിക്കുന്നതിനുണ്ട്. ഇന്ന് പല ആളുകളും ദഅവത്ത് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ ദഅവത്തിന് മുമ്പ് ഒരുവനിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ദീൻ പഠിക്കുക എന്ന കാര്യം. അപ്പൊ അത് സൈഡാക്കിയിട്ട് ദഅവത്ത് മെയിനാക്കി നടക്കുന്ന, അത് പ്രധാനമാക്കി നടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. ഇൽമും അമലും ഉണ്ടായതിനു ശേഷമാണ് ദഅവത്ത് ചെയ്യേണ്ടത്. അത് പണ്ഡിതന്മാർ പഠിപ്പിച്ച അടിസ്ഥാനമാണ്. പറയുന്നതിനു മുമ്പ്, പ്രവർത്തിക്കുന്നതിനു മുമ്പ്, ജനങ്ങളെ ക്ഷണിക്കുന്നതിന് മുമ്പ് ഇൽമുണ്ടായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട അസ്ലാണ്, അടിസ്ഥാനമാണ്. ഇന്ന് പല ആളുകളും ഈ അടിസ്ഥാനത്തിനെ മറന്നിരിക്കുന്നു. ഇമാം അൽ ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അദ്ദേഹം കൊടുത്തൊരു തലക്കെട്ട് തന്നെ എന്താ? ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. അമലിനും പ്രവർത്തനത്തിനും വാക്കിനും മുമ്പ് അറിവുണ്ടായിരിക്കണം എന്ന അധ്യായം. എന്നിട്ട് അദ്ദേഹം ആ അധ്യായത്തിന്റെ തെളിവായി അദ്ദേഹം കൊണ്ടുവന്ന ആയത്ത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് താങ്കൾ പഠിക്കുക. ആദ്യം പഠിക്കാനാ പറഞ്ഞത്. വസ്തഗ്ഫിർ ലിദംബിക്, ശേഷം പാപമോചനം തേടുക. അപ്പൊ പാപമോചനം തേടുക എന്നുള്ള ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് മുൻപ് പഠിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഉസൂലു സലാസ എന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം അദ്ദേഹം ആരംഭിച്ചത് തന്നെ ഈ ഒരു അടിസ്ഥാനം പഠിപ്പിച്ചുകൊണ്ടാണ്. ഇഅ്ലം റഹിമകല്ലാഹ് അന്നഹു യജിബു അലൈനാ തഅല്ലുമു അർബഇ മസാഇൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം നിങ്ങൾക്കുണ്ടാകട്ടെ, നിങ്ങൾ അറിയുക, 4 കാര്യങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ കാര്യമാണ്. ഒന്നാമതായി പറഞ്ഞത് ഇൽമാണ്, അറിവുണ്ടായിരിക്കണം. എന്താ അറിവുണ്ടാകേണ്ടത്? മഅരിഫത്തുള്ള അല്ലാഹനെ കുറിച്ച്, വമഅരിഫത്തു നബിയിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, വമഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, ദീനിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് തെളിവടക്കം പഠിച്ചിരിക്കണം. അതാണ് ഒന്നാമത്തെ നിർബന്ധം. രണ്ടാമത്തേത് എന്താ? സുമ്മൽ അമലു, പിന്നെ പ്രവർത്തിക്കണം. മൂന്നാമത്തെ നിർബന്ധം എന്താ? അദ്ദഅവ, ദഅവത്താണ്. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവ് കൊണ്ടുവന്നത് സൂറത്തുൽ അസ്റാണ്. അല്ലാഹു പറഞ്ഞു ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്. ഈമാൻ ഉണ്ടായിരിക്കണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, അതുപോലെ തന്നെ ഹഖ് കൊണ്ട് പരസ്പരം വസിയ്യത്ത് നൽകണം എന്ന ആയത്താണ് ഈ അടിസ്ഥാനത്തിന് അദ്ദേഹം തെളിവായി കൊണ്ടുവന്നത്. അപ്പൊ ദഅവത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. ദഅവത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിന്റെ പ്രാധാന്യം വില കുറച്ച് കാണുന്നില്ല. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അത് ഒരാളുടെ അറിവിനും കഴിവിനും അനുസരിച്ച് അവന്റെ മേൽ നിർബന്ധമാകുന്ന കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഇൽമിന്. കാരണം നീ ഇൽമില്ലാതെ ദഅവത്ത് ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് അത് വലിയ വലിയ ഭവിഷ്യത്താണ്, വലിയ ദുരന്തം. ഇൽമില്ലാതെ ദഅവത്ത് ചെയ്താൽ അതുകൊണ്ടുണ്ടാകും. ഇന്ന് ഇൽമില്ലാതെ ദഅവത്ത് ചെയ്യുന്ന ആളുകളുടെ ദുഷ്ഫലമാണ്, അവർ ചെയ്തു വെക്കുന്നതിന്റെ വലിയ ദുസ്വാധീനമാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഭിന്നതകൾ, വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യത്യസ്തങ്ങളായ കുഴപ്പങ്ങൾ ഇതെന്തുകൊണ്ടുണ്ടാകുന്നത്? ഇൽമില്ലാത്ത ആളുകൾ ദഅവത്തിന്റെ പേരിൽ ഉലമാക്കളുടെ വേഷമണിഞ്ഞ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത് ലൗ സകതൽ ജാഹിലു ലസഖതൽ ഖിലാഫ്. ജാഹിലായ ഒരുവൻ മിണ്ടാതിരുന്നു എങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതായേനെ. ജാഹിലീങ്ങളും ഉണ്ടാതിരുന്നാൽ മതി, അഭിപ്രായ വ്യത്യാസങ്ങൾ കുറേയൊക്കെ കുറയും
എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അറിവില്ലാതെ ദീനിന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ദഅവത്ത് ചെയ്യണ്ട എന്നോ അതല്ലെങ്കിൽ നന്മ കൽപ്പിക്കണ്ട എന്നോ തിന്മ വിരോധിക്കണ്ട എന്നോ അല്ല. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എങ്കിൽ ഇൽമ് പഠിക്കുന്നതിന് അതിനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വലിയ ഇമാമിയങ്ങൾ പഠിപ്പിച്ച വലിയ അടിസ്ഥാനമാണ്. അറിവില്ലാതെ ദീനിന്റെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ വലിയ ദോഷങ്ങളുണ്ടാകും, വലിയ അപകടങ്ങളുണ്ടാകും. നോക്കൂ നിങ്ങൾ, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖറജ്നാ ഫീ സഫരിൻ فأصاب رجلا منا حجر فشجه في رأسه ثم احتلم. ഞങ്ങളൊരു യാത്രയിലായിരുന്നു. യാത്രയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ തലയിൽ ഒരു കല്ല് വന്നു വീണു. അദ്ദേഹത്തിന്റെ തലയിൽ വലിയ മുറിവുണ്ടായി. അന്ന് രാത്രി അദ്ദേഹം കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനം ഉണ്ടാവുകയും ചെയ്തു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ വ്യക്തി കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, ഹൽ തജിദൂനനി റുഖ്സതൻ ഫി തയമ്മും, എന്റെ തലയിൽ മുറിവുണ്ട്, കുളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് തയമ്മും ചെയ്യാൻ എനിക്ക് വല്ല ഒഴിവ് കഴിവുമുണ്ടോ? അപ്പൊ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇല്ല, താങ്കൾക്കൊരു റുഖ്സയുമില്ല. കാരണം താങ്കൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റും, വെള്ളം ഇവിടെ ഉണ്ട്, അപ്പൊ താങ്കൾക്കൊരു റുഖ്സയുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തലയിൽ വെള്ളം ഒഴിച്ചു കുളിച്ചു. ആ മുറിവ് അത് വഷളാവുകയും ചോര വാർന്നൊലിച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. എന്നിട്ട് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മാ ഖദിംനാ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബിറ ബിദാലിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഈ കാര്യം ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കോപിച്ചു, ദേഷ്യം പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഖതലഹുമുല്ലാഹ്, അവരാ പാവം മനുഷ്യനെ കൊന്നു കളഞ്ഞിരിക്കുന്നു, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. അലാ സഅലു ഇദാ ലം യഅലമു, അവർക്ക് അറിയില്ലായിരുന്നെങ്കിൽ അവർക്കൊന്നും ചോദിക്കാമായിരുന്നില്ല. ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, കാരണം അറിവില്ലായ്മ എന്ന രോഗത്തിനുള്ള ചികിത്സ എന്നുള്ളത് ചോദിച്ചു പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ഒരു അപകടമാണിത്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചു എങ്കിൽ ഇന്ന് അറിവില്ലാതെ ആളുകൾ ദീനിന്റെ വിഷയത്തിൽ ഇടപെടുന്നത് കൊണ്ട് എന്തൊക്കെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയയിൽ ചോദിക്കാണ്, ഇപ്പൊ അടുത്ത് ഒരു സംഭവം ഉണ്ടായത്, ഒരാൾ ചോദിക്കാണ്, ജനാബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ കുളിക്കണോ അതോ നിസ്കരിക്കാൻ വുളു എടുത്താൽ മതിയോ? അപ്പൊ ഒരാൾ മറുപടി കൊടുക്കുക, കുളിക്കൊന്നും വേണ്ട, വുളു എടുത്തിട്ട് നിസ്കരിക്കാം. ഇതെന്ത് ഫത്വ? ഇങ്ങനെയുണ്ടോ ഫത്വ? ഇയാൾ ആ വുളു മാത്രം എടുത്ത് എത്ര കാലം അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടാവും? ജനാബത്തുകാരനായി എത്ര കാലം അയാൾ നിസ്കരിച്ചിട്ടുണ്ടാവും? എന്നിട്ട് അയാൾ ഉറപ്പുവരുത്താൻ വേറൊരാളോട് ചോദിക്കുമ്പോഴാണ് എന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. അപ്പൊ അത്രയും കാലം അയാൾ നിസ്കരിച്ചത്, അതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുക? ഇപ്പൊ ദീനിന്റെ കാര്യത്തിൽ അറിവില്ലാതെ ഇടപെടുന്ന ആളുകൾ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അറിയില്ലെങ്കിൽ ചോദിച്ച് നിങ്ങൾ പഠിക്കണം. കാരണം അറിവില്ലായ്മ എന്നുള്ളത് ഒരു രോഗമാണ്, അതിനുള്ള ചികിത്സ ചോദിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അറിവില്ല എങ്കിൽ സഹോദരങ്ങൾ ചോദിച്ചു പഠിക്കണം നമ്മൾ. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു പഠിക്കണം. ഉലമാക്കളോട്, പണ്ഡിതന്മാരോട്, അവരിൽ നിന്ന് ദീൻ പഠിച്ച വിദ്യാർത്ഥികളോട്, ദീൻ പഠിക്കുന്നതിന് വേണ്ടി മാറിയിരിക്കുന്ന ദീൻ അറിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു പഠിക്കുക. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് ആളുകൾ അറിവുള്ള ആളുകളോട് ചോദിച്ചു പഠിക്കുന്നതിന് പകരം ആധുനികമായ AI സംവിധാനങ്ങളോടാണ് ദീനിന്റെ വിഷയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വലിയൊരു ഫിത്ന. ഇനി പണ്ഡിതന്മാരും ഉസ്താദന്മാരും ആരും വേണ്ട, എല്ലാതും ഇതിലുണ്ട്. എന്ത് ചോദിച്ചാലും ഒക്കെ അത് പറഞ്ഞുതരും, ചോദിച്ചാൽ മതി.
ഇത് വലിയ അപകടമാണ്. സാധാരണക്കാരായ ആളുകൾ ദീനീ വിഷയങ്ങൾ, അറിവില്ലാത്ത കാര്യങ്ങൾ അത് ചോദിക്കാനും പഠിക്കാനും ഫത്വ ചോദിക്കാനും ഇത്തരം കാര്യങ്ങൾ അവലംബിച്ചു കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്കെത്തും. കാരണം ഇത് കേവലം നിർമ്മിത ബുദ്ധികളാണ്. ഇത് അവിടെയും ഇവിടെയുമുള്ള എല്ലാ സൈറ്റിൽ നിന്നുമുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരും എന്നുള്ളതല്ലാതെ ഹക്കേതാണ് ബാത്തിലേതാണ് എന്ന് ഇതുമൂലം വേർതിരിച്ച് പഠിക്കാനോ അറിയാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഫത്വ ചോദിക്കേണ്ടത്, ദീൻ ചോദിച്ച് പഠിക്കേണ്ടത് ഇതുപോലെയുള്ള കേവലം നിർമ്മിത ബുദ്ധികളോടല്ല, ബുദ്ധിയും കഴിവുമുള്ള അള്ളാഹുവിന്റെ ദീൻ ഖുർആനും സുന്നത്തും പഠിച്ച ആളുകളോടാണ് ചോദിക്കേണ്ടത്. അതാണ് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അറിവുള്ള ആളുകളോടാണ് ചോദിക്കേണ്ടത്. ഇന്ന് ആളുകൾ വ്യാപകമായി ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ നേരെ ഇതിൽ തപ്പും, എന്നിട്ട് നോക്കി മറുപടി പറയും. എന്താണ് അതിന്റെ സത്യാവസ്ഥ, ഉള്ള കാര്യങ്ങൾ ഉള്ളത് തന്നെയാണോ, അതിൽ വന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റതൊന്നും അന്വേഷിക്കാതെ ദീനിന്റെ കാര്യങ്ങൾ ഇതിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ അപകടമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് നമ്മൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാൻ അവിടുന്ന് ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും മോശം സ്ഥലങ്ങൾ ഏതാണ്? അയ്യുൽ ബിലാദി ശർറുൻ, ഏറ്റവും മോശമായ സ്ഥലം ഏതാണ് അല്ലാഹുവിന്റെ റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ ജിബ്രീലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ചോദ്യം ചോദിച്ചു, അയ്യുൽ ബിലാദി ശർറുൻ, ഏറ്റവും ഷർറായ സ്ഥലം ഏതാണ്? ജിബ്രീൽ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. നമുക്ക് അള്ളാഹുവിന്റെ റസൂലും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള അള്ളാഹുവിന്റെ റസൂൽ അറിയില്ല എന്ന് പറഞ്ഞു. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്ക് പറഞ്ഞു, എനിക്ക് അറിയില്ല എന്ന്. അതുകൊണ്ട് അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാൻ നമുക്ക് എന്തിനാണ് മടി? മുൻഗാമികളിൽപ്പെട്ട ആരോടോ എന്തോ ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അറിയില്ല എന്ന് പറയുന്നൊക്കെ ഒരു മടിയില്ലേ? നിങ്ങൾ വലിയ പണ്ഡിതനല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തിനാണ് അറിയില്ല എന്ന് പറയാൻ മടിക്കുന്നത്? കാരണം മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ കാര്യങ്ങളുടെയും പേര് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം മലക്കുകളോട് അള്ളാഹു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒരു അറിവില്ല എന്നാണ് പറഞ്ഞത്. ആ മലക്കുകൾ അത് പറയാൻ ലജ്ജിച്ചിട്ടില്ല, പിന്നെന്തിന് ഞാൻ ലജ്ജിക്കണമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പൊ മുൻഗാമികൾ, സ്വഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഈ ഉമ്മത്തിലെ നല്ലവരായ സച്ചരിതരായ മുൻഗാമികൾ, അവർ ഈ വിഷയത്തിൽ വലിയ വലിയ സൂക്ഷ്മത കാണിച്ചിരുന്നു. ഒരു നമ്മളെക്കാൾ അറിവിന്റെ വിഷയത്തിൽ, ദീൻ പാലിക്കുന്ന വിഷയത്തിൽ എത്രയോ മുമ്പിലായിരുന്നു. എന്നിട്ട് കൂടി അവർ ഈ വിഷയത്തിൽ വലിയ സൂക്ഷ്മത കാണിച്ചിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല അദ്ദേഹം പറയാണ്, അദ്റക്തു 20 و100 മിൻ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ 120 പരം സ്വഹാബികളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഫമാ കാന മിൻഹും മുഹദ്ദിസുൻ ഇല്ലാ വദ്ദ അന്ന അഖാഹു ഖദ് കഫാഹു അൽ ഹദീസ്, അവരാരും ആഗ്രഹിക്കാതിരുന്നിട്ടില്ല. ദീനിന്റെ വിഷയങ്ങൾ സംസാരിക്കാൻ അവരോട് പറഞ്ഞാൽ അവർ എൻ്റെ അടുത്തുള്ള എൻ്റെ സുഹൃത്ത് അദ്ദേഹം സംസാരിച്ചിരുന്നു എങ്കിൽ എന്നാഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കാത്തവരായി അവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നില്ല. വലാ മുഫ്തിൻ ഇല്ലാ വദ്ദ അന്ന അഖാഹു ഖദ് കഫാഹു അൽ ഫുതിയ, അവരോട് ഫത്വ ചോദിച്ചാൽ എൻ്റെ സുഹൃത്ത് ഈ ഫത്വക്ക് മറുപടി പറഞ്ഞിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായി അവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. 120 സ്വഹാബിമാരെ കണ്ട ആള് പറയാണ്,
അവരൊന്നും ദീന്റെ വിഷയം സംസാരിക്കാൻ സ്വയം ഇഷ്ടപ്പെട്ടില്ല, ഫത്വ പറയാൻ സ്വയം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരോട് ആരെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ, ഫത്വ ചോദിക്കാൻ വന്നാൽ മറ്റാരെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ, മറ്റാരെങ്കിലും ഫത്വ കൊടുത്തിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത് എന്നാണ്. ഇമാം അശ്ശഅബി അദ്ദേഹത്തിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നിങ്ങളോട് ഫത്വ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കാറുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരാളോട് ഫത്വ ചോദിച്ചാൽ അവന് മറ്റുള്ള ആളുകളിലേക്ക് മടക്കും. ഞാൻ പറയില്ല, ഇജ്ജ് പറഞ്ഞു. വലിയ പണ്ഡിതന്മാരുടെ കാര്യമാണ് പറയുന്നത്. ഇന്നൊരാൾ ഒരു ഫത്വ ചോദിച്ചാൽ ഉടനെ മറുപടിയാണ്. ചിലപ്പോൾ വലിയ അറിവുള്ള ആൾ അവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അതൊന്നും നോക്കൂല, അത് മറുപടി അപ്പൊ തന്നെ പറയും. മുൻഗാമികളുടെ ശൈലി എന്തായിരുന്നു? അവരോട് ഫത്വ ചോദിച്ചാൽ നിങ്ങൾ പറയൂ, അദ്ദേഹം അടുത്ത നിങ്ങൾ പറയൂ, ഇങ്ങനെ പറഞ്ഞിട്ട് ആദ്യം തുടങ്ങിയ ആളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇങ്ങനെയായിരുന്നു അവരുടെ ഇടയിലുള്ള സൂക്ഷ്മത. അവർ എടുത്തു ചാടി പറയില്ലായിരുന്നു, മറ്റുള്ള ആളുകൾക്ക് അവസരം നൽകും. ഇത് സലഫുകളുടെ സൂക്ഷ്മതയിൽപ്പെട്ടതായിരുന്നു. അബൂ ഹുസൈൻ ഉസ്മാൻ ഇബ്നു ആസിം അദ്ദേഹം പറയാണ്, ഇന്ന അഹദഹും ലയുഫ്തി ഫിൽ മസ്അലതി വലൗ വറദത് അലാ ഉമറ ലജമഅ ലഹാ അഹ്ലൽ ബദർ. ഇന്ന് ചില ആളുകൾ ഒരു ചോദ്യം ലഭിക്കുമ്പോഴേക്കും ഫത്വ പറയാൻ തിടുക്കം കൂട്ടാണ്. ഇവരോട് ചോദിക്കപ്പെട്ട ചോദ്യം അതെങ്ങാനും ഉമർ ഇബ്നുൽ ഖത്താബിനേക്കാണ് ആ ചോദ്യം വന്നിരുന്നു എങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ അദ്ദേഹം ബദരീങ്ങളായ സഹാബികളെ മുഴുവൻ വിളിച്ചുകൂട്ടുമായിരുന്നു. ആണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൈലി. അദ്ദേഹം ഒരു കാര്യത്തിൽ സ്വയമായിട്ട് അഭിപ്രായം പറയൂല, മറ്റുള്ള ഇൽമുള്ള സഹാബിമാരെ കൂട്ടിയിരുത്തി അവരോട് കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം പറയുകയുള്ളൂ. ഇന്ന് ചില ആളുകൾ അവർ ഫത്വ പറയാൻ ധൃതി കൂട്ടാണ്. ഈ ഫത്വ അതെങ്ങാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടിരുന്നു എങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ബദരീങ്ങളായ സ്വഹാബിമാരെ മുഴുവൻ അദ്ദേഹം വിളിച്ചുകൂട്ടുമായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അദ്ദേഹത്തിനെ കുറിച്ച് ഉഖ്ബത്ത് ഇബ്നു മുസ്ലിം അദ്ദേഹം പറയാണ്, സഹിബ്തു ഇബ്നു ഉമറ 34 ശഹറൻ. 34 മാസം ഞാൻ ഇബ്നു ഉമറിനോടൊപ്പം ഉണ്ടായിരുന്നു. فكان كثيرا ما يسأل فيقول لا أدري. 34 മാസം ഇബ്നു ഉമറിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഇബ്നു ഉമർ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിനോട് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ കൂടുതലും അദ്ദേഹം ലാ അദ്രി, എനിക്കറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഒരിക്കൽ ഇങ്ങനെ കുറെ ചോദ്യം വന്നിട്ട് ലാ അദ്രി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നതിന് ശേഷം എന്നോട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അതദ്രി മാ യുരീദു ഹഉലാ, നമ്മളോട് ഇങ്ങനെ ഫത്വ ചോദിക്കുന്ന ആളുകൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിനക്ക് മനസ്സിലായോ? യുരീദൂന അൻ യജ്അലൂ ദുഹൂറനാ ജിസ്റൻ ഇലാ ജഹന്നം. നമ്മളുടെ മുതുകുകൾ അത് ചവിട്ടി അവർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു പാലമാക്കുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഫത്വ കൊടുത്താൽ ആ ഫത്വയുടെ പേരിൽ അവർക്ക് അത് പ്രവർത്തിച്ചാൽ മതി. ഈ കൊടുത്ത ഫത്വയുടെ അപകടം ചിലപ്പോൾ അത് സ്വാധീനിക്കുക നമുക്കായിരിക്കും. അതുകൊണ്ട് ധാരാളം ചോദ്യം ചോദിച്ച് നമ്മളിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്ന ആളുകൾ അവരുദ്ദേശിക്കുന്നത് നമ്മളെ പുറത്തുകൂടെ ചവിട്ടി അവർക്ക് സ്വർഗത്തിലേക്കും നമ്മൾ നരകത്തിലേക്കും തള്ളിയിടാം എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ. ഇതിൽ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ലാ അദ്രി, എനിക്കറിയില്ല എന്നിങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ സൂക്ഷ്മത കൊണ്ടാണ്. ഞാൻ പറഞ്ഞ മറുപടിയിൽ എന്തെങ്കിലും അബദ്ധമുണ്ടായി അത് നാളെ നരകത്തിലേക്ക് എന്നെ എത്തിക്കുന്ന ഒരു കാര്യമാകാൻ പാടില്ല എന്ന സൂക്ഷ്മതയാണ്, അതല്ലാതെ അദ്ദേഹത്തിന് അറിവില്ലാതുകൊണ്ടാണ്. സഹോദരങ്ങൾ, ഇതിലൊക്കെ നമുക്ക് വലിയ പാഠമുണ്ട്.
സുഫിയാൻ ഉസ്സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു പണ്ഡിതനെ കുറിച്ച് പറയാൻ, മിൻ ഫിത്നത്തി الرجل اذا كان فقيها, ഒരു പണ്ഡിതനായ വ്യക്തി അയാളെ ബാധിക്കുന്ന ഒരു ഫിത്നയിൽപ്പെട്ട കാര്യമാണ് അയ്യകൂനൽ കലാമു അഹബ്ബ ഇലൈഹി മിനസ് സുകൂത്ത്, സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ, സംസാരിക്കാതിരിക്കുക, മൗനം പാലിക്കുക എന്നതിനേക്കാൾ സംസാരിക്കുക എന്നുള്ളത് കൂടുതൽ ഇഷ്ടമാകുന്നു എന്നത്. ഒരു പണ്ഡിതനെ ബാധിക്കുന്ന ഒരു ഫിത്ന എന്നാ പറഞ്ഞത്. ഒരു പണ്ഡിതന്റെ കാര്യമാണെങ്കിൽ ദീൻ പഠിക്കാത്ത സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? പണ്ഡിതന്മാർ ഇത്രത്തോളം ഈ വിഷയം ശ്രദ്ധിക്കണമെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എത്ര ഗുരുതരമായിരിക്കും? ചില സലഫുകൾ പറഞ്ഞതായി കാണാം, അജ്റഉകും അലൽ ഫുതിയ അജ്റഉകും അലൻ നാർ. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി സലഫുകൾ പറഞ്ഞ കാര്യമാണ്, നിങ്ങളിൽ ഫത്വ പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ അവർ നരകത്തിന്റെ കാര്യത്തിൽ വലിയ ധൈര്യമുള്ള ആളുകളായിരിക്കും. മഹാനായ അൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ്, അദ്ദേഹം മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ രണ്ടാമനാണ്. ഇമാം ഷാഫിഈയുടെ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ പോലെ അറിവുള്ള മറ്റൊരാൾ ദുനിയാവിലില്ല എന്ന് വലിയ പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയ വലിയ ഇമാമാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരുപാട് മാസം യാത്ര ചെയ്ത് ഒരാൾ വന്നു. അയാളെ നാട്ടുകാർ ഇമാം മാലിക്കിന്റെ അരികിലേക്ക് അദ്ദേഹത്തിനുള്ള ചെല്ലും ചെലവും കൊടുത്ത് പറഞ്ഞയച്ചതാണ്, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം വന്നു. 40ഓളം ചോദ്യങ്ങൾ ഇമാം മാലിക്കിനോട് പറഞ്ഞു. അതിൽ 30ൽ പരം ചോദ്യങ്ങൾക്ക് ഇമാം മാലിക് ലാ അദ്രി എന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. ഇമാം മാലിക്കിനോട് ഇയാൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? ഞാൻ എൻ്റെ നാട്ടുകാർ എൻ്റെ ചെലവ് ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ്. ഞാൻ നാട്ടുകാരുടെ അടുത്തേക്ക് പോയിട്ട് എന്താണ് ഈ പറയാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ വാഹനം നാട്ടിലേക്ക് തിരിച്ചുവിടുക, എന്നിട്ട് അങ്ങാടിയിൽ നീ ഉറക്കെ വിളിച്ചു പറയുക, ഇന്ന മാലിക്കൻ ലാ യദ്രി, മാലിക്കിനൊന്നും അറിയില്ല എന്ന് നീ വിളിച്ചു പറഞ്ഞോ എന്നതാണ് ഇമാം മാലിക് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി. ഇതൊക്കെ സലഫുകൾ അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യത്തിൽ അവർ കാണിച്ച സൂക്ഷ്മതയാണ്. ഇബ്നു ഔൻ അദ്ദേഹം പറയാണ്, കുൻതു ജാലിസൻ ഇൻദൽ ഖാസിം. അൽ ഖാസിം എന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അരികിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ഒരു കാര്യം ചോദിച്ചു. അപ്പോ അൽ ഖാസിം എന്ന പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത് ശരിക്കറിയില്ല. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് മാത്രമാണ് വന്നത്, നിങ്ങളോടല്ലാതെ ഇത് ചോദിക്കാൻ വേറെ ആരോട് എനിക്കറിയില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ലാ തൻദുർ ഇലാ തൂലി ലിഹ്യതി വകസറത്തി الناس ഹൗലി. നീ എൻ്റെ താടിയുടെ വലിപ്പം കണ്ടിട്ടും എൻ്റെ കൂടെ ഇരിക്കുന്ന ജനങ്ങളെ കണ്ടിട്ടും നീ എന്നെ വിലയിരുത്തരുത്. വല്ലാഹി ലാ ഹുസ്നു, നീ ചോദിച്ച കാര്യം എനിക്ക് ശരിക്കറിയില്ല. അപ്പൊ ഖുറൈശിൽ നിന്നുള്ള ഖുറൈശിയായ ഒരു ഷെയ്ഖ്, ഒരു വൃദ്ധൻ അദ്ദേഹത്തിന്റെ അരികിൽ ഇരിക്കണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യബ്ന അഖി, ആ വയസ്സായ ആള് ഈ പണ്ഡിതനോട് പറയാണ്, എൻ്റെ സഹോദരപുത്ര, ഇൽസംഹ, നീ കാണിച്ച സൂക്ഷ്മത അത് നീ മുറുകെ പിടിക്കുക. ഫവല്ലാഹി മാ റഅയ്തുക ഫീ മജ്ലിസിൻ അൻബല മിൻക അൽയൗം. ഇന്ന് നിന്റെ ഈ സദസ്സിനേക്കാൾ മനോഹരമായ മറ്റൊരു സദസ്സും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ പണ്ഡിതൻ പറയാണ്, ഈ ഖാസിം എന്ന പണ്ഡിതൻ പറയാണ്, വല്ലാഹി ലഅൻ യഖ്തഅ ലിസാനി അഹബ്ബു ഇലയ്യ മിൻ അൻ അതകല്ലമ ബിമാ ലാ ഇൽമ ലീ ബിഹി. എനിക്കറിവില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ സംസാരിക്കുക എന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ളത് എൻ്റെ നാവ്
പിഴുതെറിയപ്പെടുക എന്നതാണ്. അപ്പൊ നോക്കൂ, അദ്ദേഹം അറിവില്ലാത്ത കാര്യം സംസാരിക്കാതിരുന്നപ്പോൾ ഒരു പ്രായമുള്ള ഒരു പക്വതുള്ള ആൾ പറഞ്ഞു, മോനെ ഈ ചെയ്താണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയാണ്, അറിവില്ലാതെ സംസാരിക്കുക എന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ നാവ് പിഴുതെറിയപ്പെടുക എന്നതിനാണ്. ഈ ഖാസിം എന്ന ഈ പണ്ഡിതനെ കുറിച്ച് ഇമാം അസ്സഹബി അദ്ദേഹം പറയാണ്, അദ്ദേഹം ഹാഫിളാണ്, വലിയ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള പണ്ഡിതനാണ്. അൽ ഖുദ്വ, ജനങ്ങൾക്ക് വലിയ മാതൃകയാണ്. അൽ ഹുജ്ജ, ഇസ്ലാമിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിക്കാൻ അവലംബിക്കാൻ യോഗ്യമായ പണ്ഡിതനാണ്. ആലിമു വഖ്തിഹി ബിൽ മദീന, മദീനയിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള വലിയ പണ്ഡിതനായിരുന്നു ഈ ഖാസിം എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹമാണ് ഈ രൂപത്തിൽ സൂക്ഷ്മത കാണിച്ചിട്ടുള്ളത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖുത്ബയിൽ ഒരിക്കൽ പറഞ്ഞു, മൻ ആലിമ ഇൽമൻ ഫൽയുഅല്ലിമുഹു الناس, നിങ്ങൾ എന്തെങ്കിലും അറിവ് പഠിച്ചാൽ അത് ജനങ്ങൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക. വഇയ്യാഹു അൻ യഖൂല മാ ലാ ഇൽമ ലഹു ഫയംറുഖ മിന الدين, ഇൽമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും എന്നിട്ട് അതിന്റെ പേരിൽ ദീനിൽ നിന്നും തെറിച്ചു പോവുകയും ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ഇൽമില്ലാതെ സംസാരിച്ചാൽ അത് ദീനിൽ നിന്നും തെറിച്ചു പോകാൻ കാരണമാകും. അതുകൊണ്ട് അറിയുന്നത് പറയാ, അറിയാത്തത് മിണ്ടാതിരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മൻ അലിമ ശൈഅൻ ഫൽയഖുൽ ബിഹി, ആർക്കെങ്കിലും ഒരു കാര്യം അറിയുന്നു എങ്കിൽ അത് പറയുക. വമൻ ലം യഅലം ഫൽയഖുൽ അല്ലാഹു അഅലം, അറിയില്ല എങ്കിൽ അല്ലാഹു അഅലം, അല്ലാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുക എന്ന് പറയുക. കാരണം അറിവില്ലാത്ത കാര്യങ്ങളിൽ അല്ലാഹു അഅലം എന്ന് പറയൽ ഒരു അറിവാണ്. ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ നിസ്ഫുൽ ഇൽമി ലാ അദ്രി, അറിവിന്റെ പകുതിയിൽപ്പെട്ട കാര്യമാണ് ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറയൽ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇദാ സുഇൽതും അമ്മാ ലാ തഅലമൂന ഫഹ്റുബു, അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അവിടുന്ന് ഓടിപ്പായ. അപ്പൊ ആളുകൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെ അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെ അവിടുന്ന് പായ, എങ്ങനെയാണ് ഓടിപ്പായേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഓടിപ്പായേണ്ടത് അല്ലാഹു അഅലം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു അഅലം എന്ന് പറയുക, എനിക്കറിയില്ല എന്ന് പറയുക, അല്ലാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുക എന്നത് പറയുക. അറിവില്ലാതെ സംസാരിക്കുക എന്നത് സലഫു സാലിഹീങ്ങൾ താക്കീത് നൽകിയ, അവർ ആ വിഷയത്തിൽ വലിയ സൂക്ഷ്മത കാണിച്ച കാര്യമാണ്. അവരിൽ നമുക്ക് വലിയ മാതൃകകളുണ്ട്. അവരുടേതാണ് ദീൻ. അവരുടെ മാർഗത്തിലാകുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അവരുടെ മാർഗത്തിലാണ് വിജയമുള്ളത്. അവർ കാണിച്ച സൂക്ഷ്മതയിൽ, അവർ തന്ന താക്കീതുകളിൽ നമുക്ക് വലിയ പാഠമുണ്ട്. സലഫു സാലിഹീങ്ങൾ അവർ കിതാബിലും സുന്നത്തിലും വ്യക്തമായി വരാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർ സ്വയം ഗവേഷണം ചെയ്ത് വലിയ അറിവുള്ള സഹാബിമാർ തന്നെ അത് പറഞ്ഞാൽ അവർ അങ്ങേയറ്റം പേടിക്കുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് അറിവ് പഠിച്ച സഹാബിയാണ്. അദ്ദേഹം പറയാണ്, അയ്യു സമാഇൻ തുദില്ലുനി വ അയ്യു അർദിൻ തുഖില്ലുനി ഇദാ ഖുൽതു ഫീ കിതാബില്ലാഹി ബിഗൈരി ഇൽം. അല്ലാഹുവിന്റെ കിതാബിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് അറിവില്ലാതെ ഞാൻ പറഞ്ഞാൽ ഏത് ആകാശമാണ് എനിക്ക് തണൽ വിരിക്കുക, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക എന്ന് അദ്ദേഹം പറയാണ്. മഹാനായ താബിഈ ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ലം യകുൻ അഹദുൻ ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്യബ ലിമാ ലാ യഅലമു മിൻ ഉമർ. അറിയാത്ത കാര്യങ്ങളിൽ സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം പേടിച്ചിരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അറിവില്ലാത്ത കാര്യങ്ങളിൽ സംസാരിക്കുക
അത് ഏറ്റവും കൂടുതൽ പേടിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു കാര്യം ഒരിക്കൽ വന്നു. അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്ന ആ കാര്യം, അതിന് ഒരു അടിസ്ഥാനം വ്യക്തമായി ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലോ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വരാത്ത കാര്യം അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗവേഷണം ചെയ്തു പറയാം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഗവേഷണം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ റഅയി, ഇതെന്റെ ഗവേഷണം മാത്രമാണ്, എന്റെ അഭിപ്രായമാണ്. ഫഇയകുൻ സവാബൻ ഫമിനല്ലാഹ്, അത് ശരിയാണെങ്കിൽ, എന്റെ ഈ അഭിപ്രായം ശരിയാണെങ്കിൽ അത് അല്ലാഹുവിൽ നിന്നാണ്. വഇയകുൻ ഖതഅൻ ഫമിന്നി, അത് അബദ്ധമാണ് എങ്കിൽ ആ അബദ്ധം എന്നിൽ നിന്ന് മാത്രമാണ്. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് അതിന്റെ പേരിൽ പാപമോചനം തേടി അല്ലാഹുവിലേക്ക് മടങ്ങുന്നു. നമുക്ക് വലിയ അറിവുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ഇൽമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഗവേഷണം ചെയ്തു പറയാനുള്ള അർഹതയുണ്ട്. എന്നിട്ട് കൂടി അദ്ദേഹം പേടിക്കാൻ, ഞാൻ പറഞ്ഞത് തെറ്റായി പോകുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ടാവുകയാണ്. മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ ഖുർആനിലും സുന്നത്തിലും വ്യക്തമായ ഹറാം, വ്യക്തമായ ഹലാൽ എന്നിങ്ങനെ വരാത്ത കാര്യങ്ങൾ അത് വ്യക്തമായ ഹറാമാണ് ഹലാലാണ് എന്ന് പറയാൻ പേടിക്കുമായിരുന്നു എന്നാണ്. അവര് അതിന് സൂചനകൾ നൽകും, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതല്ലെങ്കിൽ അതെനിക്കിഷ്ടമാണ്. ഇന്നും പണ്ഡിതന്മാർ ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി ഹറാം ഹലാൽ എന്നിങ്ങനെ വരാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നത് തെളിവുകൾ യോജിച്ച്, ഞാൻ പഠിച്ചതിന് ശേഷം, ഞാൻ ഗവേഷണം നടത്തിയതിന് ശേഷം, ഞാൻ തെരഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നത് ഇന്നതാണ്, വല്ലാഹു അലം എന്ന് പറഞ്ഞ് അള്ളാഹുലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് ചില ആളുകൾ സംസാരം എന്താണ്? വ്യക്തമായി ഒരു തെളിവുമില്ലാത്ത, ഇന്നേ വരെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ, പുതിയ പുതിയ കാര്യങ്ങൾ, ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലാണ് എന്നും ഒരു അറിവുമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്റെ അഭിപ്രായമാണ്, എന്റെ വീക്ഷണത്തിൽ ഇന്നത്, എന്റെ വീക്ഷണത്തിൽ ഇന്നതാണ് അതിന്റെ വിധി. ചില ഉലമാക്കൾ ചോദിച്ചതായി കാണാം, മൻ അൻത ഹത്താ യകൂന ലക റഅയുൻ, നിനക്ക് വീക്ഷണം ഉണ്ടാകാൻ നിനക്ക് എന്ത് സ്ഥാനമാണ് ദീനിലുള്ളത്? നിന്റെ വീക്ഷണം ഖുർആനും സുന്നത്തൊന്നും പരിഗണിക്കാതെ നിന്റെ വീക്ഷണം, എന്റെ അഭിപ്രായം എന്ന് ദീനിൽ പറയാൻ നിന്റെ അറിവും നിന്റെ നിലവാരവും എന്താണ് എന്ന് ചില ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇന്ന് ചില ആളുകൾ വന്ന് ഖുർആൻ തുറന്നതാ, ഖുർആനിൽ ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലാണ്, അപ്പൊ ഖുർആനിനോട് യോജിക്കുന്ന കാര്യമാണ്, ശാസ്ത്രീയമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചു നോക്കി, ഇന്നത് ഹലാൽ, ഇന്നത് ഹറാം, ഇന്ന പാനി അത് കുടിക്കാൻ പാടില്ല, അത് കടുത്ത ഹറാമാണ്. അത് ഇദ്ദേഹത്തിന് മുമ്പ്, ഇവന് മുമ്പ് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും വ്യക്തമായ തെളിവുണ്ടോ? ഒന്നുമില്ല. അവന്റെ ബുദ്ധിക്ക് അങ്ങനെ തോന്നും, വേറെ മുൻഗാമികളൊന്നും പറഞ്ഞത് കാണൂല്ല, ഒരു ഫത്വ ഇറക്കുകയും ചെയ്യും. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇയ്യാക അൻ തകൂന ലക റഅയുൻ ലൈസ ലക ഫീഹി ഇമാം, നിനക്ക് മുമ്പ് ഒരു ഇമാമിനും ഇല്ലാത്ത ഒരു വാദം പറയുക എന്നുള്ളത് നീ സൂക്ഷിക്കണം. ഒരു പുതിയൊരു വാദം ഉണ്ടാക്കുക, പുതിയൊരു അഭിപ്രായം, ഒരു ആലിമും ഇന്നവരെ പറഞ്ഞിട്ടില്ലാത്ത കാര്യം, ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലാണ് എന്നിങ്ങനെ പറയാൻ പാടില്ല. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇന്ന് ജനങ്ങൾക്കിടയിൽ അറിവില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മറ്റുള്ള ആളുകളെ കാഫിറും മുബ്തദിഉം വഴിപിഴച്ചവനും ഒക്കെ ആക്കുന്ന ഒരു രീതി. അറിവില്ലാതെ ഓരോ ആളുകളെയും പ്രത്യേക, ഇന്നവൻ കാഫിറാണ്, ഇന്നവൻ കാഫിർ, ഇന്നവൻ മുശ്രിക്കാണ്, ഇന്നവൻ മുബ്തദിആണ്, ഇന്നവൻ ബിദ്അത്തുകാരൻ, ഇന്നവൻ അവന്റെ ആള്, ഇന്ന ആള്, ഇന്ന പണ്ഡിതൻ അവൻ പിഴച്ചവനാണ്, വഴിപിഴപ്പിച്ചവനാണ്. ഇങ്ങനെ
ഒരു അറിവുമില്ലാതെ തോന്നിയ ആളുകളുടെ മേൽ വിധിയായി പ്രഖ്യാപിക്കുന്നൊരവസ്ഥ. തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന പ്രബോധകന്മാർ അവരെ കുറിച്ച് ഈ വിവരമില്ലാത്ത ആളുകൾ പറയുന്നു ഇവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്. ചില ആളുകളൊക്കെ പറയുന്നു തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന പ്രബോധകന്മാരെ കുറിച്ച് അവനൊക്കെ കാഫിറാണ്. അതുപോലെ തന്നെ വലിയ വലിയ മുതിർന്ന പണ്ഡിതന്മാർ പുകഴ്ത്തി പറഞ്ഞ ഉലമാക്കൾ സലഫിയ്യത്തിനു വേണ്ടി ദീനിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത പണ്ഡിതന്മാർ അവരെ കുറിച്ച് പറയാ അയാൾ വഴിപിഴച്ചയാളാണ്, വഴിപിഴപ്പിക്കുന്നയാളാണ്, ഇന്നവൻ കാഫിറാണ്, ഇന്നവൻ മുശ്രിക്കാണ്, ഇന്നവൻ മുർജിയാണ്. ഇത് പറയുന്നതാരാ? ദീൻ ഒന്നും പഠിക്കാത്ത, അല്പസമയം ഇതുപോലുള്ള സദസ്സുകളിൽ ഒന്ന് ക്ഷമിച്ചിരുന്ന് ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വരെ കേട്ട് പഠിക്കാൻ ക്ഷമ കാണിക്കാത്ത, ദീനിന്റെ ഉസൂലുകൾ അലിഫും ബാവും കൂട്ടി വായിക്കാൻ അറിയാത്ത, ഖുർആൻ ശരിക്കും ഓതാൻ അറിയാത്ത ആളുകൾ വന്നിട്ടാണ് പറയുന്നത് ഇവൻ കാഫിർ, അവൻ കാഫിർ, ഇവൻ മുർജി, അവൻ മുബ്തദി, ഇവൻ ളാലാണ്, അവൻ വഴിപിഴച്ചവനാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള വാക്കുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഈ വിധികൾ ഓരോ ആളുകളുടെ മേലും നിങ്ങൾ അന്യായമായി സ്ഥാപിക്കുന്ന ഈ വിധികൾ അത് അന്യായമാണ് എങ്കിൽ നിങ്ങൾക്കത് തിരിച്ചടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വ്യക്തമായി ഇത് കാണാൻ സാധിക്കും. ഒരാളെ നീ കാഫിറാക്കിയാൽ അത് അന്യായമാണ് എങ്കിൽ അത് നിനക്ക് തിരിച്ചടിക്കുമെന്നാണ്. അതുകൊണ്ട് ഇത്തരം ആളുകൾ അള്ളാഹുവിനെ പേടിക്കണം. നാളെ പരലോകത്ത് ഈ പറഞ്ഞ വാക്കുകളുമായി നിങ്ങൾ വരും അള്ളാഹുവിന്റെ മുന്നിൽ. അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കപ്പെടും. നിങ്ങൾ പറഞ്ഞ, അറിവില്ലാതെ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതുമായി നിങ്ങൾ പരലോകത്ത് വരും. എന്നിട്ട് ഓരോ ആളുകളെയും ഒരു ഫസാദിനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ആളുകളെ കാഫിറുകളും മുശ്രിക്കുകളും ബിദ്അത്തുകാരും വഴിപിഴച്ചവരും ആക്കുന്ന വിഷയത്തിൽ ആളുകളെ അവർ ഫസാദിനാക്കിക്കൊണ്ട് ആളുകൾക്കൊരു ഖൈർ പഠിപ്പിച്ചു കൊടുക്കൂല, എന്തെങ്കിലും നന്മകൾ എത്തിച്ചു കൊടുക്കുകയില്ല. ഈ പറഞ്ഞ വിഷയങ്ങളിൽ അനാവശ്യമായി തർക്കിച്ച് അനാവശ്യമായ കാര്യങ്ങളിൽ അറിവില്ലാതെ ഇടപെട്ട് ഹൃദയങ്ങൾ കേടാക്കി, നാവ് കേടാക്കി മോശമായ പര്യവസാനത്തിലേക്ക് എത്തുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. അറിവില്ലായ്മയുടെ അപകടം നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ ഖദറിനെ കുറിച്ച് നമുക്കൊരു ബോധം വേണം. ദീനിന്റെ കാര്യത്തിൽ സംസാരിക്കാൻ ഞാൻ ആരാണ്? എന്റെ അറിവെന്താണ്? റഹിമല്ലാഹു മൻ അറഫ ഖദ്റ നഫ്സിഹി, അവനവന്റെ വില തിരിച്ചറിഞ്ഞവൻ അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് സലഫുകൾ പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. വലിയ വലിയ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നതിന് മുമ്പ് അവനവന്റെ അവസ്ഥയെക്കുറിച്ച് പരിശോധിക്കുക. എന്താണ് എന്റെ അവസ്ഥ? എന്റെ ഇൽമിന്റെ അവസ്ഥ എന്താണ്? ഖുർആൻ ഓതാൻ അറിയോ? നിസ്കരിക്കാൻ അറിയോ? ശരിക്ക് ഈമാൻ കാര്യങ്ങൾ അറിയുമോ? ഇസ്ലാം കാര്യങ്ങൾ അറിയുമോ? പരിശോധിക്കുക. ദീൻ പഠിക്കുക, പ്രത്യേകിച്ചും അഖീദ പഠിക്കുക, വിശ്വാസകാര്യങ്ങൾ പഠിക്കുക. അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്ന ഒരുപാട് സമയമുണ്ട്. സോഷ്യൽ മീഡിയയിലും വീഡിയോകൾ സ്ക്രോൾ ചെയ്ത് കാണുന്നതിലൊക്കെ നമ്മൾ ഒരുപാട് സമയം അനാവശ്യമായി തുലച്ചു കളയുന്നുണ്ട്. ആ തുലച്ചു കളയുന്ന സമയങ്ങളിൽ കുറച്ച് സമയം ദീൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി മാറ്റിവെക്കുക. ദീൻ ശരിയായി പഠിക്കുക, ദീൻ പഠിച്ചവരിൽ നിന്ന് ദീൻ പഠിക്കുക. ഈ അറിവില്ലായ്മയുടെ അപകടങ്ങൾ തിരിച്ചറിയുക. ദീനിന്റെ വിഷയങ്ങളിൽ എടുത്തു ചാടുന്നതിന് മുമ്പ് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള ഫിത്നകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.